നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ 965 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനാണ് നോക്കുന്നത്. വീട് ഫേസ് ചെയ്യുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. ഈ ഒരു പ്രൊജക്റ്റിൻ്റെ വീതി 1016 നീളം 1001 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കുറഞ്ഞതൊരു 4 സെൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്രയൊക്കെയുള്ള ഒരു പ്ലാനിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി 3D എലിവേഷൻ കാണാം. ശേഷം ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് എക്സ്റ്റീരിയർ 3D എലിവേഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. കണ്ടംപററി സ്റ്റൈലാണ് ഫോളോ ചെയ്തിട്ടുള്ളത്. കളർ പാറ്റേൺ ഗ്രേ വൈറ്റ് ആണ് വരുന്നത്. ഈ ഭാഗത്ത് വരുന്ന റൂഫിന് ഗേബിൾ റൂഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ പ്ലാനിൽ കൊടുക്കാത്തൊരു പോർച്ച് ഈ ഒരു എക്സ്റ്റീരിയർ 3D എലിവേഷനിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കൊടുത്താൽ മതി. 105 സ്ക്വയർ ഫീറ്റ് വരും ഈ ഒരു പോർച്ച്. അതുപോലെ തന്നെ പോർച്ചിന് വരുന്ന സൺഷെയ്ഡ് പോളികാർബൺ ഷീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്ത് സ്റ്റോണിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഈ ഒരു എക്സ്റ്റീരിയർ എലിവേഷനെ കുറിച്ച് പറയാനുള്ളത്. ഇനി ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്ത ശേഷം 3D ഫ്ലോർ പ്ലാൻ എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇതാണ് ഫർണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷമുള്ള 3D ഫ്ലോർ പ്ലാൻ. സിറ്റൗട്ടിലേക്ക് കിടക്കാം. സിറ്റൗട്ടിൻ്റെ വീതി 348 നീളം 140 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 2 ഭാഗങ്ങളായിട്ട് ചെയർ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു ഭാഗത്തായിട്ടൊരു 2 വളയുടെ വിൻഡോ വരുന്നുണ്ട്. ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. മെയിൻ ഡോർ തുറന്ന് കയറി വരുന്നത് ലിവിങ് റൂമിലേക്കാണ്. ലിവിങ് റൂമിൻ്റെ വീതി 300 നീളവും 300 സെൻറ്റിമീറ്റർ തന്നെയാണ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് സോഫ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കോഫി ടേബിൾ വരുന്നുണ്ട്. ഓപ്പോസിറ്റ് വാളിൽ TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് ഈ ഒരു വാളിൽ 3 പാളിയുടെ ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിൻ്റെ വീതി 330 നീളം 300 സെൻറ്റിമീറ്ററാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് തെക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. ഈ ഭാഗത്തായിട്ട് സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 3 പാളിയുടെ ഒരു വിൻഡോ ആണ് ഈ ഒരു റൂമിലേക്ക് വെളിച്ചം കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സെക്കൻഡ് ബെഡ്റൂമിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് സെക്കൻഡ് ബെഡ്റൂം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 280 സെൻറ്റിമീറ്റർ വീതിയും 300 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. ഇവിടെ സ്ലൈഡിംഗ് വാർഡ്രോബും ഇവിടെ ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വീതം വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് കൊടുത്തിട്ടുള്ളത്. നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂം നോക്കാം. മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ വീതി 330 നീളം 300 വരുന്നത്. കിങ് സൈസ് കോട്ട് കിഴക്ക് ഭാഗത്തേക്കാണ് ഹെഡ് ബോർഡ് വരുന്നത്. സ്ലൈഡിംഗ് വാർഡ്രോബും ഡ്രസ്സിംഗ് ടേബിളും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വാളുകളിലായിട്ട് 3 പാളി വീതം വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റ് വരുന്ന ബെഡ്റൂമാണ്. 133 സെൻറ്റിമീറ്റർ വീതിയും 130 സെൻറ്റിമീറ്റർ നീളമാണ് വരുന്നത്. നമുക്ക് കിച്ചണിലേക്ക് കിടക്കാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. കിച്ചൻ്റെ വീതി 300 നീളം 260 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്യാസും സിങ്കും ഫ്രിഡ്ജും തമ്മിൽ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് വർക്ക് സ്പേസ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. L ഷേപ്പിലാണ് സ്ലാബ് വരുന്നത്. സ്ലാബിന് താഴെ ക്യാബിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെയും കബോർഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. കിച്ചൺ വിൻഡോ 3 പാളിയുടെയാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു പ്ലാനിൽ വർക്ക് ഏരിയ ആഡ് ചെയ്തിട്ടില്ല. നമുക്ക് ഡൈനിങ് ഏരിയയിലേക്ക് വരാം. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയുടെ വീതി 270 നീളം 328 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 6 സീറ്റർ ഡൈനിങ് ടേബിളാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 4 പാളിയുടെ ഒരു വിൻഡോ ആണ് കാറ്റും വെളിച്ചം കിടക്കാനായിട്ട് ഡൈനിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ട് വാഷ് ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇവിടെയാണ് കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുള്ളത്. കോമൺ ടോയ്ലറ്റിൻ്റെ വീതി 133 നീളം 130 സെൻറ്റിമീറ്ററാണ് വരുന്നത്. ഈ ഒരു വാളിൽ മിറർ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു പ്ലാന്റും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു വാളിൽ ഫോട്ടോ ഫ്രെയിംസും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പ്ലാനിലേക്ക് സ്റ്റെയർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടുള്ളത്. 965 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന പ്ലാനും അതിൻ്റെ 3D എലിവേഷനും 3D ഫ്ലോർ പ്ലാനുമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്തിട്ടുള്ളത്. അതായത് 1000 സ്ക്വയർ ഫീറ്റിന് താഴെ 3 ബെഡ്റൂം ഉൾപ്പെടുന്ന അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒരു വർക്ക് ഏരിയേൻ്റെ ഒരു കുറവുണ്ട്.
ബാക്കി അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഒരു സാധാരണക്കാരന് ആവശ്യമുള്ള എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പ്ലാനാണ്. എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. ഇനിയിപ്പോൾ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മുൻപും ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലായിടത്തും ഒന്ന് കാണുക. ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.